ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് വർക്കാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്ലൗസിന് കളർ ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ ഒരു കളർ ത്രെഡ് കൊടുക്കാം. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഗോൾഡൻ ത്രെഡ് കൊടുക്കാം. ടോട്ടൽ 4 ചെയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കട്ട് ബീഡ്സ് ഇല്ലേ, അത് കൊണ്ടുവന്നിട്ട് നടുക്ക് വലിയ ബോൾസ് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ ഒരു ഫ്ലവർ വരയ്ക്കുക. ഇവിടെ ഒരു ലീഫ്, ഇവിടെ ഒരു ലീഫ്, ഇവിടെ ഒരു ചെറിയ ഗോൾഡൻ ബീഡ്സും അതിൻ്റെ ചെറിയ ഗോൾഡൻ ബീഡ്സുമായിട്ട് ഇവിടെ രണ്ടിടത്ത് ഡെക്കറേറ്റ് ചെയ്യുക. ഈ നടുക്ക് റൗണ്ട് സൈഡിലാണ് ഇതുപോലത്തെ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. പിന്നെയാണ് സീക്വൻസ്, നമുക്കിഷ്ടമുള്ള സീക്വൻസ് ആഡ് ചെയ്യുക. പിന്നെ ഈ സെയിം ലൈൻ നമ്മൾ ഇവിടെയും കൂടെ ഇതിൻ്റെ നടുക്കൂടെ കൊടുക്കും. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ ഇത് ഫ്ലവർ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സീക്വൻസ് വെക്കുക. അതിനകത്തിൽ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. ഞാനൊരു ചുറ്റാണ് കൊടുക്കുന്നത്. ഇങ്ങനെ സീക്വൻസ് വെച്ച് നീഡിൽ ഇതിലേക്ക് ഇറക്കുക. എന്നിട്ട് പയ്യെ ത്രെഡ് വലിക്കുക. ഒത്തിരി അങ്ങ് ടൈറ്റ് ആവാത്ത രീതിയിൽ വലിച്ച് എടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾക്ക് ഇതുപോലത്തെ സ്റ്റോണുകൾ ഒട്ടിക്കാൻ പറ്റും ഇതിൻ്റെ നടുക്ക് ഭാഗത്ത്. നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് ചെയ്യാം. ഇതുപോലത്തെ സ്റ്റോണുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഇവിടെ നടുക്ക് പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ബീഡ്സ് വർക്കാണ്. ആദ്യം നമ്മൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന നൈലോൺ ത്രെഡാണ് കേട്ടോ. ഇതുപോലത്തെ ത്രെഡ് എടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയൊരു ഈ മീഡിയം ടൈപ്പ് ബീഡ്സ് എടുക്കുക. അതിനുശേഷം അതിനോട് ചേർത്തൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ചെറിയൊരു ബീഡ്സ് എടുക്കുക. കുട്ടി ബീഡ്സ് ഉണ്ട്, ഇത്ര ചെറിയൊരു ബീഡ്സാണ്. സോ ഇതെടുക്കുക. ചരിച്ച് നമ്മൾ ഇവിടെ തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് വർക്ക് നമ്മളിവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നൊരു വർക്കാണ്. സോ അത് വളരെ ഈസിയാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ ലീഫിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണണം. നടുക്ക് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തേക്കാണ്. പിന്നെ ഇതിൽ നമ്മൾ കട്ട് ബീഡ്സുകൾ സിംഗിളായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ 2 ലേയേഴ്സ് 3 ലേയേഴ്സ് ഒക്കെ ആക്കാൻ പറ്റും. നമ്മളിവിടെ 2 ലേയേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ചെയ്ത് നോക്കണം. Thank you so much for watching my video. God bless you all. Please like and subscribe my YouTube.